വെൽക്കം ടു കലവറ. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരപ്പം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് വറുത്ത അപ്പത്തിൻ്റെ അരിപ്പൊടി. അപ്പത്തിൻ്റെ പത്തിരിയുടെയൊക്കെ അരിപ്പൊടി വാങ്ങാൻ കിട്ടത്തില്ലേ, അത് 1.5 കപ്പ്. ശർക്കര 350 ഗ്രാം. 2 മീഡിയം സൈസ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇതിന് വേണ്ടുന്നത്. അതൊരു 4 കപ്പുണ്ട്. പിന്നെ ഒരല്പം വെളിച്ചെണ്ണ, നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക പൊടിച്ചത്. ആദ്യം തന്നെ സ്റ്റൗ ഓണാക്കി ശർക്കര ഉരുക്കാൻ വയ്ക്കാം. ഞാനത് പൊട്ടിച്ചൊന്നും ഇടുന്നില്ല. 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. അതിനി ഉരുകി വരുന്ന സമയം കൊണ്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്തെടുക്കാം. 3 ടീസ്പൂൺ നെയ്യ്. ഇത് ഉരുകി വരുമ്പോൾ 3 ടീസ്പൂൺ കാണും. ആദ്യം അണ്ടിപ്പരിപ്പിടാം. അതിൻ്റെ കളറ് മാറി ഇനി മുന്തിരി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവും ശർക്കരയും തേങ്ങാപ്പാലും എല്ലാം കൂടെ. സ്റ്റൗ ഞാൻ ഓണാക്കിയിട്ടില്ല. സ്റ്റൗവിൻ്റെ മുകളിൽ പാൻ വെച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അരിപ്പൊടി, തേങ്ങാപ്പാൽ, ഇനി ശർക്കര അരിച്ചൊഴിക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ള് ഉപ്പ്. ഇനി സ്റ്റൗ ഓണാക്കാം. നല്ലപോലെ ചൂടായി കഴിഞ്ഞ് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇളക്കേണ്ടത്. എടുക്കാതെ ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്താലും മതി. കുറുകി തുടങ്ങുന്നു. ഈ സ്റ്റേജിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, നെയ്യ് വേണ്ടവർക്ക് നെയ്യും ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ചേർക്കുന്നത്. ഈ സ്റ്റേജിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, എല്ലാം തേങ്ങാപ്പാലാണ്. അതുകൊണ്ട് ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്തെടുത്തതിൻ്റെ ബാക്കി നെയ്യും കൂടെ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേണമെന്നൊരു തേങ്ങയുടെ 1-ാം പാൽ നല്ലതുപോലെ അടുപ്പിൽ വെച്ച് കുറുക്കി എടുത്തിട്ട് അതിൽ എണ്ണ തെളിഞ്ഞ് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. നല്ല ടേസ്റ്റായിരിക്കും ഇത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇനി ഇത് എണ്ണ തടവി ഒരു ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതുപോലൊരു സ്പൂൺ കൊണ്ട് അതിൻ്റെ അടിഭാഗത്ത് ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തിട്ട് അത് വെച്ചുകൊണ്ടൊന്ന് പ്രസ് ചെയ്യണം ഇങ്ങനെ. ഇനി മൈക്രോവേവിൽ വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒരു ലൈറ്റ് ചോപ്പ് കളറായിട്ട് വരും. ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യത്തില്ലേ, നിങ്ങൾക്ക് മൈക്രോവേവ് തന്നെ വേണമെന്നില്ല. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യത്തില്ലേ, സാധാരണ ചൂട് കെട്ടിയുള്ള പാത്രത്തിനകത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് അതിനുള്ളിലേക്ക് വെച്ചോളൂ. പിന്നെ അതൊരു ഒരു മണിക്കൂറോളം ബേക്ക് ചെയ്യണം. അതിൻ്റെ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മോൾ ഭാഗം ഒന്ന് ലൈറ്റായിട്ട് ചുമന്ന് വരും, അത്രയേ ഉള്ളൂ. മുമ്പൊക്കെ വിറകടുപ്പ് കൊണ്ട് ചെയ്തിരുന്ന കാലത്ത് നമ്മൾ ഇത് ചെയ്യുന്ന പാനുണ്ടല്ലോ, അതിൻ്റെ അടിയിലും കനലിടും. അത് ഒരു അടപ്പ് വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കനലിടും. അങ്ങനെയായിരുന്നു ഇത് ബേക്ക് ചെയ്തെടുത്തുകൊണ്ടിരുന്നത്. വിറക് കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 to 50 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. നമ്മുടെ ഒരപ്പം പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. പുറമെല്ലാം നന്നായിട്ട് ബേക്ക് ചെയ്ത് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, എൻ്റെ മോൾ ഭാഗം നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇതാ അകവശമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു ഒന്നാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.